അപ്പോൾ ഇന്ന് നമ്മൾ കണ്ണൂർ മംഗലത്തിനൊക്കെ കിട്ടുന്ന സ്റ്റൈലിലുള്ള അൽസയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വെള്ളത്തിൽ കുതിർത്ത വെച്ചിട്ടുള്ള ഗോതമ്പ് ഇട്ട് കൊടുക്കുക, കുറച്ച് ചിക്കൻ്റെ ബ്രസ്റ്റ്, സവാള, വെളുത്തുള്ളി, പട്ട, ഏലക്കായ, പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത്തിരി ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കിത് കുക്കറിൽ വേവിച്ചെടുക്കാം. വേവിച്ചതിന് ശേഷം ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുക. അതിനുശേഷം നമുക്കിത് അരച്ചെടുക്കണം. ആ ഒരു സമയത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഇതിലേക്ക് വേണ്ട അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ തന്നെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സവാളയ്ക്ക് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കുക. അപ്പോഴേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള അൽസയുടെ ഗോതമ്പൊക്കെ ഇവിടെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് ഇനി കട്ടിയുള്ള നല്ല 1 കപ്പ് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുക്കാൻ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു നെയ്യ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതുപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരിയും സവാളയും കൂടി ചേർക്കുക. നല്ല അടിപൊളി മംഗലത്തിന് കിട്ടുന്ന അൽസ റെഡി ആയിട്ടുണ്ട്.